രുദ്രാക്ഷം. രചന വർണ്ണങ്ങൾ ആമി. ചിന്മയി അതേ ഇരിപ്പ് കുറേ നേരമിരുന്നു. കരഞ്ഞു തളർന്ന് കിടന്നതുകൊണ്ട് അവൾക്ക് വല്ലാത്ത തലവേദനയുണ്ട്. ഒന്നും കഴിച്ചതുമില്ല. വല്ലാത്ത വിശപ്പ്. വയറെരിയുന്നുണ്ട്. കുറച്ചു നേരം കൂടി സെറ്റിയിൽ കൂന്നിക്കൂടിയിരുന്നു. എന്നിട്ട് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് തന്നെ ചെന്നു. വാഷ്റൂമിലേക്കൊന്ന് പോയി ബ്രഷ് ചെയ്ത് വരാനാണ് അവൾ ബെഡ്റൂമിലേക്ക് കയറിപ്പോയത്. അർജുനാണെങ്കിൽ കട്ടിലിൽ കിടക്കുകയാണ്. ചിന്മയി വാഷ്റൂമിലേക്ക് നടന്നുപോയി. മുഖം കഴുകാൻ വേണ്ടി കണ്ണാടിയിലേക്ക് നോക്കിയതും കരഞ്ഞു കലങ്ങിയ മിഴികളിലേക്കായിരുന്നു അവളുടെ നോട്ടം ആദ്യം ചെന്നെത്തിയത്. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് താൻ ഇത്രമാത്രം കരയുന്നതെന്ന് അവൾ ഓർത്തു. പല്ല് തേച്ച് മുഖമൊക്കെ കഴുകിയ ശേഷം അവൾ വീണ്ടും പുറത്തേക്കിറങ്ങി വന്നപ്പോൾ അർജുൻ എണീറ്റിരിപ്പുണ്ട്. അർജുനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ ചിന്മയി അടുക്കളയിലേക്ക് പോയി. ചായയ്ക്ക് വെള്ളം വെച്ച ശേഷം അവൾ റൈസ് കുക്കറിലിരുന്ന ചോറെടുത്ത് തിളപ്പിക്കുവാനായി വെച്ചു. ഏത്തപ്പഴം ഇരുന്നത് ഒരെണ്ണം എടുത്ത് വട്ടത്തിലരിഞ്ഞു. ചായ തിളച്ചു വന്നപ്പോഴേക്കും അതൊരു കപ്പിലേക്ക് പകർന്നൊഴിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചു. അരിഞ്ഞ ഏത്തപ്പഴം നിരത്തി വെച്ചിട്ട് ഇതിൽ നെയ്യും ഒഴിച്ച് അതൊന്ന് മൊരിയിച്ചെടുത്തു. ലേശം പഞ്ചസാര കൂടി ചേർത്ത് ഇളക്കിയിട്ട് ചായയും പഴവും എടുത്ത് അവൾ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുപോയി. അർജുൻ കുളിച്ചിറങ്ങിയപ്പോൾ അടുക്കളയിൽ നിന്നും നല്ല മണം വരുന്നുണ്ട്. അവൻ വന്ന് നോക്കിയപ്പോൾ ചിമ്മു ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ് കണ്ടത്. അർജുൻ അടുക്കളയിൽ ചെന്ന് നോക്കി. ചിമ്മു അവൾക്ക് മാത്രമുള്ള ചായയായിരുന്നു തിളപ്പിച്ചത്. എല്ലാ ദിവസവും അർജുനാണ് ചായ എടുത്തു വെക്കുന്നത്. അതും 2 പേർക്കും അവൻ എടുത്തു വെക്കും. ചിന്മയി ഉണർന്നു വന്ന ശേഷം ആ ചായ എടുത്ത് നേരെ സിറ്റൗട്ടിലേക്ക് പോയിരുന്ന് പത്രം വായിക്കുകയാണ് പതിവ്. എന്നാൽ ഇന്നവൾ അവൾക്ക് വേണ്ടി മാത്രമുള്ളത് ഉണ്ടാക്കിയെന്ന് കണ്ടതും അർജുന് ദേഷ്യമൊക്കെ തോന്നി. അവൻ കൂടുതലൊന്നും പറയാതെ ഒരു കപ്പ് കോഫി എടുത്ത് അവനു വേണ്ടിയും തയ്യാറാക്കി. കാബേജ് തോരൻ വയ്ക്കുവാനായി ചോപ്പറിൽ അരിഞ്ഞെടുത്തിട്ട് കുറച്ച് നാളികേരം കൂടി ചിരകി ഇത്തിരി സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അർജുൻ തോരൻ കറി റെഡിയാക്കി. കറി വെക്കുന്നതിനിടയിൽ അവൻ കോഫിയും കുടിച്ച് തീർത്തു. ചിന്മയി എഴുന്നേറ്റ് വന്നിട്ട് ഒരു ചെറിയ പൊട്ടറ്റോ എടുത്ത് അരിഞ്ഞ് ഫ്രൈ ചെയ്തു. മുട്ടയെടുത്ത് ഓംലെറ്റ് ഉണ്ടാക്കി. അവളുടെ ടിഫിൻ ബോക്സ് എടുത്ത് അവൾ തന്നെ ഉണ്ടാക്കിയ ചോറും കറികളും വെച്ചടച്ചു. ഇതെല്ലാം അർജുൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും അവനൊന്നും മൈൻഡ് ചെയ്യാനും പോയില്ല. കാബേജ് തോരനും ഫിഷ് ഫ്രൈയും പുളിശ്ശേരിയും കൂട്ടിയാണ് അർജുൻ കൊണ്ടുപോയത്. എല്ലാം എടുത്തു വെച്ച ശേഷം അർജുൻ റൂമിൽ വന്നപ്പോൾ ചിന്മയി ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ കയറി. തന്നെ വേണ്ടാത്ത ആളല്ലേ, തന്നെ അറപ്പുള്ളയാളല്ലേ, അതുകൊണ്ട് താനും മിണ്ടുന്നില്ല. പോകുന്നിടം വരെ പോട്ടെ അവൾ തീരുമാനിച്ചു. തലവേദന കാരണം ഇത്തിരി എണ്ണ കൂടി വെച്ചാണ് കുളിച്ചത്. ചെറിയൊരു ആശ്വാസം കുളിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി. സമയം പോയി, ഇപ്പോഴത്തെ എന്നാ കുളിയാണ്. അർജുന ദേഷ്യം വന്നു. ഡോറിൽ പോയി തട്ടാൻ തുടങ്ങിയതും ചിമ്മു വാതിൽ തുറന്നു വന്നതും ഒരുമിച്ചാണ്. പല്ല് ഞെരിച്ചു നിൽക്കുന്നവനെ കണ്ടതും സമയം പോയിട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. തെല്ലും കൂസാതെ ചിന്മയി അവൻ്റെ മുന്നിലൂടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. ഇരുവരും മൗനം കൊണ്ട് വലിയൊരു വേലിയാണ് തീർത്തത്. കോളേജിലേക്കുള്ള യാത്രയിലും പരസ്പരം യാതൊന്നും ഉരിയാടിയില്ല. പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കി ചിന്മയായിരുന്നു. അർജുനും വാശിയായിരുന്നു. അവനും അവളെ നോക്കാൻ പോയില്ല. കുഞ്ഞുകളി കൂടുതലല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് അവനും ഓർത്തു. പാർക്കിംഗ് എത്തും മുന്നേ അർജുനോട് വണ്ടി നിർത്താൻ ചിമ്മു ആവശ്യപ്പെട്ടു. പക്ഷെ അവൻ അത് ശ്രദ്ധിച്ചില്ല. ഇനി ഭാര്യയാണെന്ന് ആരും അറിയണ്ട, അതുകൊണ്ട് വണ്ടി നിർത്ത അർജുനേട്ടാ. പക്ഷെ അർജുൻ എൻട്രൻസിലേക്ക് വണ്ടി അപ്പോഴേക്കും കയറ്റിക്കഴിഞ്ഞു. ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവൾ കാറിൽ നിന്നിറങ്ങി. തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേഗത്തിൽ നടന്നു പോകുമ്പോൾ അവൾ ചെന്നുപെട്ടതോ കാർത്തിക്കിൻ്റെ മുൻപിലും. ഹലോ ചിന്മയി. ഒരു വിളിയൊച്ച കേട്ടവൾ തിരിഞ്ഞു നോക്കി. ഭഗവാനി, ഇങ്ങനത് എന്തു ഭാവിച്ച? ചിമ്മു വേദനയോടെ അവനെ നോക്കി. അവളുടെ അടുത്തേക്ക് ഓടിവരുന്ന കാർത്തിക്, അവൻ്റെ പിന്നാലെ അർജുനും. കാർത്തിക് ചിന്മയോട് സംസാരിക്കാനായി വന്നതാണെന്ന് അവന് മനസ്സിലായതും അവൾക്ക് ഇത്തിരി ദേഷ്യം തോന്നി. ഇവൻ ഒരുത്തൻ കാരണമാണ് അർജുനേട്ടനുമായിട്ട് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായത്. എന്നിട്ട് പിന്നെ എന്തു പറയാൻ ഇവൻ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ ഓർത്തു. കാർത്തിയുടെ പിന്നാലെ വരുന്ന അർജുനെ കണ്ടപ്പോൾ പെണ്ണിന് പേടി വർദ്ധിച്ചു. എടോ, താനിന്നും ഈ സമയത്താണോ വരുന്നത്? കാർത്തി അവളോട് ചോദിച്ചു. ഞാൻ ഇന്നലെ മുതലാണ് ഈ കോളേജിൽ വരാൻ തുടങ്ങിയത്. ചേട്ടൻ എന്താ വേണ്ടത്? അവൾ ഇത്തിരി കലിപ്പ് രീതിയിൽ മുഖമൊക്കെ മാറ്റിക്കൊണ്ടാണ് അവനോട് ചോദിച്ചത്. എനിക്കൊന്നും വേണ്ടടോ,
തന്നെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് വെച്ചു. ശരി, സംസാരിച്ചു കഴിഞ്ഞല്ലോ, ഇനി എനിക്ക് പോകത്തില്ലേ? പൊയ്ക്കോളൂ, ഇൻ്റർവെൽ ടൈമിൽ കാണാം. പുഞ്ചിരിയോടെ കാർത്തിക് അവളുടെ അരികിലൂടെ നടന്നുപോയി. അർജുനും അവൻ്റെ പിന്നാലെ വന്നു പോയെങ്കിലും ചിന്മയി ഒന്ന് നോക്കുപോലും ചെയ്തില്ല. അവന്തികയും ഹന്നയുമൊക്കെ ചിമ്മു വരുന്നത് നോക്കിയിരിക്കുകയാണ്. അവർ കാണുന്നുണ്ടായിരുന്നു കാർത്തിക് വന്നിട്ട് ചിമ്മുവിനോട് സംസാരിക്കുന്നത്. ചിന്മയി വന്നിട്ട് തൻ്റെ പ്ലേസിലിരുന്നു. എടി, ആ കാർത്തിച്ചേട്ടൻ നിന്നോട് എന്താ സംസാരിച്ചത്? ഹന്ന ചോദിച്ചു. അയാൾക്ക് വേറൊരു പണിയില്ല, എന്നും ഈ സമയത്താണ് വരുന്നതെന്ന് ചോദിച്ചു. ചിന്മയി ദേഷ്യത്തിൽ അവരോട് പറഞ്ഞു. എന്നിട്ടോ? ഞാനതിന് ഇന്നലെ മുതലല്ലേ ഈ കോളേജിൽ വരാൻ തുടങ്ങിയത്. അവനൊരിത്തിരി പിരിപോയ കേസാണെന്ന് തോന്നുന്നു. അയ്യോ, അങ്ങനൊന്നുമല്ല. ആ ചേട്ടൻ ആളൊരു പാവമാണ്. ആ കോളേജിലെ എല്ലാവർക്കും ചേട്ടനെ അറിയാം. അതെങ്ങനെ എല്ലാവർക്കും അറിയാവുന്നേ? അവന്തിക പറയുന്ന കേട്ട് ചിമ്മു അവളെ നോക്കി. എടി, ആ ചേട്ടൻ ക്ലാസ്സിലെ ടോപ്പാണ്, എല്ലാവർക്കും ഇഷ്ടാ, പാവാ. ഓ, എന്തേലും ആവട്ടെ, അയാൾ ഇനി എന്നോട് മിണ്ടാൻ വന്ന ഞാൻ വലുതും പറയും. അവളുടെ മുഖം ഇരുണ്ടു. എടി, ആ ചേട്ടൻ നിന്നോടൊന്ന് സംസാരിച്ചോന്ന് കരുതി എന്താ? നോർമലായിട്ട് എല്ലാവരെയും പോലെ ഉള്ളൂന്നേ. അവന്തിക വാതോരാതെ പറയുന്ന കേട്ട് അർജുൻ ക്ലാസ് റൂമിലേക്ക് വന്നു. പെട്ടെന്ന് കുട്ടികൾ സൈലൻ്റായി. അർജുൻ ഇത്തിരി ഗൗരവത്തിൽ നിൽക്കുകയാണ്. പ്രെയർ ടൈം ആയതും ബെൽ മുഴങ്ങി. എല്ലാവരും എഴുന്നേറ്റ് കൈ കൂപ്പി നിന്നു. ചിമ്മു ഒന്ന് പാളി നോക്കിയതും അർജുൻ കലിപ്പി നിൽക്കുന്നതാണ് അവൾ കണ്ടത്. അവളെ ഒന്ന് ഗൗനിക്കുക പോലും ചെയ്തതുമില്ല. ക്ലാസ് തുടങ്ങിയ ശേഷം അർജുൻ സ്ട്രിക്റ്റായിട്ട് പഠിപ്പിക്കുകയാണ്. അതും വളരെ ഈസി ആയിട്ട്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അവൻ്റെ ക്ലാസ്. എന്നാൽ ചിമ്മു മാത്രം ഒന്നും തലയിൽ കയറാണ്ടിരുന്നു. അവളാണെങ്കിൽ മുഖം കുനിച്ചിരിക്കുകയാണ്. ചിന്മയി എന്നുള്ള അർജുൻ്റെ അലർച്ച കേട്ടതും കുട്ടികളെല്ലാവരും നടുങ്ങി വിറച്ചു. താൻ അവിടെ എന്ത് ചെയ്യുവാടോ? അർജുനോളുടെ അരികിലേക്ക് വന്നു. ചിമ്മു ചാടി എഴുന്നേറ്റു. സർ, ഞാൻ. അവൾ വാക്കുകൾ കിട്ടാതെ അവനെ നോക്കിയപടി നിന്നു. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞു നിർത്തിയത്? അർജുൻ ചോദിച്ചതും അവളുടെ മുഖം താഴ്ന്നു. ഗെറ്റ് ഔട്ട് മൈ ക്ലാസ് റൂം. അർജുനാണെങ്കിൽ ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ചിമ്മുവിനോട് പറഞ്ഞപ്പോൾ അവൾ വിഷമത്തോടെ അവനെ ഒന്ന് നോക്കി. മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലായില്ലേ തനിക്ക്? അർജുൻ വീണ്ടും ശബ്ദമുയർത്തി. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ചിമ്മുവിന് ശരിക്കും സങ്കടം വന്നു. ഇടം വലം നോക്കാതെ അവൾ നേരെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. എൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുന്നവരുടെ അവസ്ഥ ഇതാണ് കേട്ടോ. അർജുൻ ബാക്കി കുട്ടികളോട് എല്ലാവരോടുമായി പറയുന്നത് കേട്ട് ചുവരിലേക്ക് ചേർന്ന് നിൽക്കുവാണ് പെണ്ണ്. ഡിയർ സ്റ്റുഡൻസ്, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പ്ലീസ് നോട്ട് ഇറ്റ്. അർജുൻ പറഞ്ഞതും കുട്ടികളെല്ലാവരും ടെസ്റ്റ് എടുത്തു. വളരെ നന്നായിട്ട് തന്നെയാണ് അർജുൻ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കൊക്കെ പാഠഭാഗത്തു നിന്നും അവൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. എല്ലാവരും എന്നതുപോലെ ആൻസറും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് അവർ കഴിഞ്ഞ ശേഷം അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ചിന്മയവളുടെ ടെക്സ്റ്റ് ബുക്കും നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ്. അവളെ ഒന്ന് പുച്ഛഭാവത്തിൽ നോക്കിയ ശേഷം അർജുൻ നടന്നുപോയി. അടുത്ത ടീച്ചർ വന്ന ശേഷം ചിന്മയ്ക്ക് അനുവാദം കൊടുത്തു കഴിഞ്ഞാണ് അവൾ ക്ലാസ് റൂമിലേക്ക് വീണ്ടും കയറിയത്. എല്ലാവരുടെയും മുമ്പിലൂടെ കുനിഞ്ഞ ശിരസുമായി അവൾ തൻ്റെ പ്ലേസിൽ വന്നിരുന്നു. അവന്തികയ്ക്കും ഹന്നയ്ക്കുമൊക്കെ സങ്കടം തോന്നി. പോട്ടടാ, സാരില്ല, ആ സാർ ഇത്തിരി കലിപ്പനാണെന്ന് തോന്നുന്നു. നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവന്തിക ചിമ്മുവിൻ്റെ കൈത്തണ്ടയിൽ ഒന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അതിനു മറുപടിയായി ചിമ്മു അവളെ നോക്കി വിളറിയ ഒരു ചിരി ചിരിച്ചു. പുതിയ സ്റ്റുഡൻറ്, തൻ്റെ പേരെന്താടോ? ടീച്ചർ വിളിച്ചു ചോദിച്ചതും ചിന്മയി എഴുന്നേറ്റു. ചിന്മയി പ്രദീപ്. അവൾ പതിയെ ചുണ്ടനക്കി. ക്ലാസ്സിൽ വന്നപ്പോൾ തന്നെ ഇയാൾ ഔട്ടായല്ലേ? അത് കേട്ടതും ചിമ്മുവിൻ്റെ മുഖം കുനിഞ്ഞു. ശ്രദ്ധിച്ചിരുന്നു പഠിച്ചോണം കേട്ടോ. അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ കംപ്ലീറ്റ് ആക്കി പൊയ്ക്കോണം. ടീച്ചർ പറഞ്ഞതും അവൾ തലകുലുക്കി. ഗ്രേസ് ഫ്രാൻസിസ് എന്നായിരുന്നു ആ ടീച്ചറിൻ്റെ പേര്. അവർ പഠിപ്പിക്കുന്നതൊക്കെ ചിമ്മു ശ്രദ്ധിച്ചിരുന്നു. ഇടയ്ക്ക് ആ ടീച്ചർ ചിമ്മുവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അവൾ ആൻസർ ചെയ്യുകയും ചെയ്തു. പിന്നീടുള്ള എല്ലാ പീരീഡ്സും ചിമ്മു ശ്രദ്ധിച്ചാണ് ഇരുന്നത്. പക്ഷേ അന്ന് മുഴുവനും അവൾ ആകെ മൂഡൗട്ടായിരുന്നു. ഇൻ്റർവെൽ ടൈമിൽ ഹന്നയും അവന്തികയും മാറി മാറി അവളെ വിളിച്ചതാണ്.
വെറുതെ ഒന്ന് പുറത്തുകൂടിയൊക്കെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് കുറേ നിർബന്ധിച്ചു. പക്ഷെ ചിമ്മു ഇറങ്ങിപ്പോയില്ല. അതിന് കാരണം കാർത്തിക് എങ്ങാനും വന്നാലോ എന്നതായിരുന്നു. ഇനി അത് അർജുൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിനേക്കാൾ ഏറെ ബഹളം വയ്ക്കുമെന്ന് അവൾക്കറിയാം. കാലത്തെ കാർത്തിക്കിനോട് മിണ്ടിയതിന് പകരമായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചതും തന്നെ ഗെറ്റ് ഔട്ട് അടിച്ചതുമൊക്കെ. അവൾക്ക് മനസ്സിലായ കാര്യമാണത്. തൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ യാതൊരു തെറ്റും ചെയ്യാത്ത തന്നോടാണ് അർജുനേട്ടൻ ഇത്രയ്ക്ക് വയലൻ്റായിട്ട് പെരുമാറിയത്. ലാസ്റ്റ് പീരീഡ് വന്ന് അർജുനാണ് വന്നത്. അത്യാവശ്യം ബഹളമൊക്കെ നടന്ന ക്ലാസ് റൂമിൽ അർജുനെ കണ്ടതും പെട്ടെന്ന് കുട്ടികളെല്ലാവരും സൈലൻ്റായി. രാവിലെ പഠിപ്പിച്ച പാഠഭാഗം തന്നെ അർജുൻ റിപ്പീറ്റ് എടുത്തു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുവാൻ അവൻ കുട്ടികളോട് ആവശ്യപ്പെട്ടു. ആരും തന്നെ ഒന്നും ചോദിച്ചില്ല. ഇടയ്ക്ക് അർജുൻ എല്ലാവരെയും ഒന്ന് നോക്കി, കൂട്ടത്തിൽ ചിമ്മുവിനെയും. പുസ്തകത്തിലേക്ക് കണ്ണു നട്ടിരിക്കുകയാണവൾ. അർജുൻ ചിമ്മുവിനെ നോക്കിയത് അവന്തിക കണ്ടു. ചിന്മയി, നിന്നെ സാറ് നോക്കുന്നുണ്ട്. അവന്തിക പതിയെ ചുണ്ടനക്കി. ചിമ്മു അതൊന്നും കേട്ട ഭാവം പോലും നടിക്കാതെ പുസ്തകത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്നു. അന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരികളോട് യാത്ര പറഞ്ഞ് ചുമ്മാ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. അർജുൻ ഇത്തിരി നേരം കാർ പാർക്കിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്തു. അവൾ എത്തേണ്ട സമയം കഴിഞ്ഞപ്പോൾ അർജുൻ വണ്ടി മുൻപോട്ടെടുത്തു. ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്ന ചിമ്മുവിനെ കണ്ട് അർജുൻ വണ്ടി ഒതുക്കി നിർത്തി. ആമി. അർജുൻ വിളിച്ചിട്ട് അവൾ മൈൻഡ് ചെയ്തില്ല. വണ്ടി കയറുന്നുണ്ടോ മര്യാദയ്ക്ക്? അവൻ ഗൗരവത്തിൽ ചിമ്മുവിനോട് ചോദിച്ചു. എന്നാൽ യാതൊരു മറുപടിയും പറയാതെ അവൾ മുന്നോട്ട് തന്നെ നടന്നുപോയി. 2-3 പ്രാവശ്യം അർജുൻ വിളിച്ചെങ്കിലും ചിമ്മു അത് ചെവിക്കൊണ്ടില്ല. ഒടുവിൽ അവൾ വരില്ലെന്ന് മനസ്സിലായതും അർജുൻ തൻ്റെ വണ്ടി ഓടിച്ച് ഗേറ്റ് കടന്നുപോയി. സത്യം പറഞ്ഞാൽ ചിമ്മുവിന് എവിടെയാണ് ഇറങ്ങേണ്ടത്, ഏത് ബസ്സിൽ കയറണമെന്ന് ഒന്നും അറിയില്ല. ബസ് സ്റ്റോപ്പിൽ നിന്ന് 2 പെൺകുട്ടികളോട് സ്ഥലപ്പേര് പറഞ്ഞു കൊടുത്തു. അവരപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞുകൊണ്ട് അവളെയും സഹായിച്ചു. 4:20 ഒരു ബസ്സുണ്ടെന്നും അതിൽ കയറിയ ശേഷം ഇറങ്ങേണ്ട സ്ഥലവുമൊക്കെ ആ പെൺകുട്ടികൾ അവൾക്ക് വിശദീകരിച്ചു കൊടുത്തു. അപ്പോഴേക്കും ആ പെൺകുട്ടികൾക്ക് പോകാനുള്ള ബസ്സും എത്തി. ചിമ്മുവിനോട് ബൈ പറഞ്ഞ ശേഷം അവർ വണ്ടിയിൽ കയറി. അവർ പോയതും ചിമ്മുവിന് ചെറിയ പേടി തോന്നി. എന്നാൽ നിറയെ കുട്ടികൾ വേറെയുമുണ്ട്. കുറേശ്ശെ കുട്ടികൾ വന്ന വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങി. 4:20 എത്തുമെന്ന് പറഞ്ഞ ബസ് 4:30 വന്നപ്പോൾ ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയ ചിമ്മുവിനെ പലരും നോക്കുന്നുണ്ട്. ഇതെന്താ എല്ലാവരും ഇങ്ങനെ നോക്കുന്നേ? ഞാനെന്താ വല്ല അന്യഗ്രഹ ജീവിയുമാണോ? ചിമ്മു സ്വയം തൻ്റെ ദേഹത്തേക്ക് ഒന്ന് നോക്കി. തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമൊന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയണേ.